നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് തോൽവി ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് സീതാറാം യെച്ചൂരി. 28-ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കും. ഇന്ത്യ മുന്നണിക്ക് പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമായി അണിനിരക്കാൻ കഴിയുമെന്നും മൂന്നാം മോദി സർക്കാർ സ്ഥിരതയുള്ള സർക്കാരാകില്ലെന്നും യെച്ചൂരി. തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിനെതിരായ വിധിയെഴുത്തല്ലെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തോൽവിയോടെ പത്തിമടക്കി എങ്ങും പോകില്ല. കൊങ്ങൻ പടയോടനുബന്ധിച്ച ചിറ്റൂർ മേഖലയിൽ ജില്ലാ കളക്ടർ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചത് എക്സൈസ് അധികൃതർ മറച്ചുവെച്ചതായി വിജിലൻസ്. പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ നിന്ന് ചിറ്റൂർ സർക്കിൾ ഓഫീസിലേക്ക് കളക്ടറുടെ ഉത്തരവ് യഥാസമയം കൈമാറിയില്ല. മാർച്ച് 6-ന് പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് മദ്യവിൽപ്പനശാലകളിൽ എത്തിച്ചത് കൊങ്ങൻപട നടന്ന മാർച്ച് 18-ന് വൈകിട്ട് 6 മണിക്ക് ശേഷം. പരിശോധനാ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിക്കും. പട്ടാമ്പി കീഴായൂർ ഗ്രാമത്തെ ഭീതിയിലാക്കി മോഷ്ടാക്കളുടെ വിളയാട്ടം. വ്യാപാര സ്ഥാപനങ്ങളിലും ക്ഷേത്രത്തിലും കവർച്ച. ആയുധധാരികളായ മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ജനങ്ങൾ ഭീതിയിൽ. തൃശൂർ അരിമ്പൂർ പരദേവതാ ക്ഷേത്രത്തിൽ മോഷണം. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 5 പവൻ സ്വർണ്ണാഭരണങ്ങളും 20,000 രൂപയും നഷ്ടപ്പെട്ടു. ക്ഷേത്രത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ളവരാകാം മോഷണത്തിന് പിന്നിലെന്ന സൂചന. കുവൈറ്റ് ദുരന്തത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചതായി സ്ഥിരീകരണം. തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസ് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. ബിനോയ് കുവൈറ്റിലെത്തിയത് 5 ദിവസം മുമ്പ്. മാധ്യമപ്രവർത്തകൻ UV വിനീഷ് അന്തരിച്ചു. അന്ത്യം ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി സമരം തുടരുന്നു. കോളേജ് ഡയറക്ടറെയും പ്രിൻസിപ്പാളിനെയും SFI പ്രവർത്തകർ മണിക്കൂറുകളോളം പൂട്ടിയിട്ടു. ഇരുവരെയും പുറത്തിറക്കിയത് പോലീസ് എത്തി ബലമായി വാതിൽ തുറന്ന്. കളക്ടറുമായി വിദ്യാർത്ഥികൾ നടത്തിയ ചർച്ചയിൽ കാര്യമായ തീരുമാനങ്ങളായില്ല. മങ്കര കാളികാവ് ശ്മശാനം റോഡ് തകർച്ചയിൽ. മഴക്കാലമായതോടെ ശവസംസ്കാര ചടങ്ങുകൾക്കായി ശ്മശാനത്തിലെത്താൻ പ്രയാസം നേരിടുകയാണെന്ന് പരാതി. റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ. കെ മുരളീധരനായി പാലക്കാട്ടും ഫ്ലക്സ്. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഫ്ലക്സ് ബോർഡുകളിൽ മുരളീധരനെ KPCC പ്രസിഡന്റാക്കണമെന്ന് ആവശ്യം. ഫ്ലക്സ് ഉയർത്തിയത് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ. ശാസ്ത്രീയ മാലിന്യ സംസ്കരണ രീതി ഫലപ്രദമെന്ന് തെളിയിച്ച വാണിയംകുളത്തെ ബയോഗ്യാസ് പ്ലാന്റ്. നഗരത്തിലെ ജനകീയ ഹോട്ടലിൽ 7 മണിക്കൂർ പാചകം ചെയ്യാനുള്ള ബയോഗ്യാസ് ലഭ്യമാകുന്നത് പ്ലാന്റിൽ നിന്ന്. പ്ലാന്റ് വിപുലീകരണം സംബന്ധിച്ച പദ്ധതി ആലോചനയിലുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ. വാർത്തകൾ വിശദമായി. തിരഞ്ഞെടുപ്പ് തോൽവി ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് സീതാറാം യെച്ചൂരി. 28-ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി തോൽവിയുടെ കാരണങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യ മുന്നണിക്ക് പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമായി അണിനിരക്കാൻ കഴിയും. മൂന്നാം മോദി സർക്കാർ സ്ഥിരതയുള്ള സർക്കാരാകില്ലെന്നും യെച്ചൂരി തൃശൂരിൽ പറഞ്ഞു. കുവൈറ്റിൽ മരിച്ചവർക്ക് സീതാറാം യെച്ചൂരി അനുശോചനം രേഖപ്പെടുത്തി. Well, we are part of the India grouping. So part of the India grouping and India bloc, I mean, this is a very strong presence now in the parliament. So it will be, and it won't be so easy for Mr. Modi to browbeat everybody and bulldoze his own individual style of politics as well as policies. Well, that's up to them how they deal with that in the NDA. But the fact remains that this is not a government that was as stable as the last two governments. തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ പത്തിമടക്കി എങ്ങും പോകില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തല്ലെന്നും തോൽവിയുടെ കാരണങ്ങളെപ്പറ്റി പഠിക്കുമെന്നും ബിനോയ് വിശ്വം തൃശൂരിൽ പറഞ്ഞു. കേന്ദ്രം കേരളത്തിന് ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം മൂലമുണ്ടായ പ്രതിസന്ധി സർക്കാരിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. ഇത് പരാജയമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ആ പരാജയത്തിൻ്റെ കാരണങ്ങളെപ്പറ്റി സ്വാഭാവികമായിട്ടും ഞങ്ങൾ പഠിക്കണം. ആ പഠനത്തിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളായതുകൊണ്ട് തന്നെ സ്വയം വിമർശനത്തിൻ്റെ ആവശ്യകത കൂടുതലുണ്ട്. അത് ഞങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്താലേ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാകൂ. ഒരു പരാജയവും അവസാനമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എല്ലാ പാഠങ്ങളും പഠിച്ച് ആവശ്യമായ എല്ലാ തിരുത്തലുകളും വരുത്തി LDF മുമ്പോട്ട് പോകും. LDF വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയം വേണ്ട. ഇടതുപക്ഷത്തിന് പരാജയത്തോടു കൂടി ഞങ്ങൾ പത്തി മടക്കി അല്ലെങ്കിൽ പടം പടക്കി ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും, ജനങ്ങളുടെ കൂടെ ഉണ്ടാകും.
കൊങ്ങൻ പടയോടനുബന്ധിച്ച് ചിറ്റൂർ മേഖലയിൽ ജില്ലാ കളക്ടർ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചത് എക്സൈസ് അധികൃതർ മറച്ചുവെച്ചതായി വിജിലൻസ്. പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ നിന്ന് കളക്ടറുടെ ഉത്തരവ് ചിറ്റൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലേക്ക് കൈമാറിയിരുന്നില്ലെന്ന് രണ്ടിടത്തുമായി നടത്തിയ പരിശോധനയിൽ വിജിലൻസ് കണ്ടെത്തി. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ പ്രദേശങ്ങളിലും പൊൽപ്പുള്ളി നല്ലേപ്പിള്ളി പഞ്ചായത്തുകളിലും കൊങ്ങൻപട ദിനമായ മാർച്ച് 18-ന് കളക്ടർ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഉത്തരവ് മാർച്ച് 6-ന് പുറത്തിറക്കി. എന്നാൽ ഈ ഉത്തരവ് മാർച്ച് 18-ന് വൈകിട്ട് 6-ന് ശേഷം മാത്രമാണ് മദ്യവിൽപ്പനശാലകളിൽ കൊടുത്തിരുന്നതെന്നും ഇതുമൂലം മദ്യവിൽപ്പന നടന്നിരുന്നെന്നും കണ്ടെത്തി. ചിറ്റൂർ എക്സൈസ് സർക്കിൾ ഓഫീസിൽ നടത്തിയ പരിശോധനയ്ക്കിടെ മറ്റൊരു ക്രമക്കേടും കണ്ടെത്തിയിട്ടുണ്ട്. കൊഴിഞ്ഞാമ്പാറ കൺസ്യൂമർ ഫെഡ് വിൽപ്പന കേന്ദ്രത്തിലേക്ക് ഇറക്കുന്ന മദ്യത്തിൻ്റെ വിവരങ്ങൾ പരിശോധിച്ച് രേഖപ്പെടുത്തേണ്ട സർട്ടിഫിക്കറ്റ് കടയുടെ ചുമതലക്കാരനായ ജീവനക്കാരൻ സ്വയം രേഖപ്പെടുത്തി സീൽ പതിപ്പിച്ചു പോകുന്നതായും വിജിലൻസ് കണ്ടെത്തി. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുവൈറ്റ് ദുരന്തത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചതായി സ്ഥിരീകരണം. തെക്കൻ പാലിയൂർ സ്വദേശി ബിനോയ് തോമസ് മരിച്ചതായാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. നേരത്തെ ബിനോയ് തോമസിനെ കാണാനില്ലെന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ സ്ഥിരീകരിച്ചിരുന്നു. ബിനോയ് തീപിടുത്തം നടന്ന ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്ന സംശയവും ഉയർന്നിരുന്നു. ഇതിനു പിറകെയാണ് ബിനോയ് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. 5 ദിവസം മുമ്പാണ് ബിനോയ് തോമസ് കുവൈറ്റിലെത്തിയത്. ബിനോയ് തോമസ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇവിടെ നിന്ന് കുവൈറ്റിലേക്ക് പോയത്. ഇവിടെ ആശ ഫുട്വെയറിലായിരുന്നു താൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 മാസങ്ങളുടെ ഇടയിലാണ് ഈ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് മെഡിക്കലെല്ലാം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇവിടെ നിന്ന് കയറി പോയത്. വ്യാഴാഴ്ച ഹെഡ് ഓഫീസിൽ ചെന്ന് ജോലിയിൽ കയറി. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളൊക്കെ ജോലി ചെയ്തു. പ്രഭാതത്തിൽ 2:30 വരെ വൈഫിനോട് സംസാരിച്ചതാണ്. അതിനുശേഷമുള്ള സമയത്താണ് ഈ ആക്സിഡൻ്റ് ഉണ്ടായത്. ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് മോർച്ചറിയുടെ ഏറ്റവും അടുത്ത് മോർച്ചറിയിൽ ചെന്ന് ആ ബോഡി കണ്ട് മരണം സ്ഥിരീകരിച്ചു കൺഫേംഡ് ആണെന്ന് ബെന്നെ, മഞ്ജു എന്ന് പറഞ്ഞ 2 സുഹൃത്തുക്കൾ നമ്മളെ അറിയിക്കാനിടയായി തീർന്നു. പട്ടാമ്പി കീഴായൂർ ഗ്രാമത്തെ ഭീതിയിലാക്കി മോഷ്ടാക്കളുടെ വിളയാട്ടം. വ്യാപാര സ്ഥാപനങ്ങളിലും ക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത്. 3 മോഷ്ടാക്കൾ ആയുധങ്ങളുമായി വിലസുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടെ ജനങ്ങൾ ഭീതിയിലാണ്. പട്ടാമ്പി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പി കീഴായൂർ സെന്ററിലെ VPM സ്റ്റോർ, ആന്തൂർ പള്ളിയാന് സമീപമുള്ള PKM സ്റ്റോർ, മുല്ലക്കൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിക്കാണ് സംഭവം. 3 മോഷ്ടാക്കൾ കമ്പിയും മറ്റും ആയുധങ്ങളുമായി റോഡിലൂടെ വിലസുന്നതും മോഷണം നടത്തുന്നതിൻ്റെയും CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലെയും ഗ്രില്ലിൻ്റെ പൂട്ടും ഷട്ടറും തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയത്. രാവിലെ കട തുറന്ന് കിടക്കുന്നത് നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം അറിയുന്നത്. രാവിലെ ഇവിടുന്ന് ആളുകൾ വിളിക്കുന്നുണ്ടായത്. അപ്പോഴാണ് ഞാൻ രാവിലെ ഒരു 6 മണിക്കൂടെ വന്ന് നോക്കുമ്പോൾ പിന്നെ അത് തുറന്നിട്ട് ഉണ്ട്. അപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് ഞാൻ തുറന്നത്. അപ്പോൾ ക്യാമറ മൊബൈലിൽ തന്നെ ചെക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. മൊബൈലിൽ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അവിടെ നിന്നാണ് വരുന്നത്. 3 ആളുണ്ട്. അവർ ഒരാൾ ആ ഭാഗത്ത്, ഒരാൾ ഈ ഭാഗത്ത് നിന്ന്, ഒരാൾ വന്നിട്ട് ഇങ്ങോട്ട് തുറക്കണതും പിന്നെ ഇങ്ങോട്ട് ഒരാൾ നിന്നിട്ട് അടിച്ച് ഇതാക്കണതൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് ഷട്ടർ അത് ഗ്രില്ല് തുറന്നിട്ട് ഇങ്ങോട്ട് അകത്ത് കയറുന്നുണ്ട്. പിന്നെ ഷട്ടറിൻ്റെ ലോക്ക് പിടിച്ചിട്ട് കയറുന്നുണ്ട്. പൈസ കടകളിൽ സൂക്ഷിക്കാതിരുന്നതിനാൽ കാര്യമായി ഒന്നും നഷ്ടമായിട്ടില്ല. സാധനങ്ങൾ വലിച്ചുവാരിയിട്ട നിലയിലായിരുന്നു. മുല്ലക്കൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നിട്ടുണ്ട്. പൂട്ട് തകർത്ത് ഓഫീസിൽ കയറിയെങ്കിലും വിലപിടിപ്പുള്ളതൊന്നും നഷ്ടമായിട്ടില്ല. പൂട്ട് പൊളിക്കുന്ന ശബ്ദം കേട്ട സമീപത്തെ വീട്ടുകാർ നോക്കിയപ്പോൾ മോഷ്ടാക്കൾ ഓടിപ്പോകുന്നത് കണ്ടതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹിയായ രാജേഷ് പറഞ്ഞു. സംഭവം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു 2:30 മണിക്ക് ഇവിടെ ക്ഷേത്രത്തിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ അപ്പുറത്തുള്ള വീട്ടിലെ ആളുകൾ എണീക്കുകയാണ് ചെയ്തത്. അത് എണീറ്റിട്ട് ലൈറ്റ് ഇട്ടിട്ട് ജനൽ കൂടെ നോക്കിയപ്പോൾ 2 ആൾക്കാർ ഇവിടുന്ന് ഇറങ്ങി ഓടുന്നത് കണ്ടു. അപ്പോൾ നേരെ ഞങ്ങൾ കമ്മിറ്റിക്കാരെ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ ഭണ്ഡാരം പൊളിച്ചിരിക്കുന്നു, ഓഫീസ് പൊളിച്ചിരിക്കുന്നു. ഇത് രണ്ടും പൊളിച്ചിട്ടുണ്ട്. ഭണ്ഡാരത്തിൽ നിന്ന് കുറച്ച് കാശ് നഷ്ടപ്പെട്ടു. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മോഷ്ടാക്കൾക്കെതിരെയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അധികൃതർ അറിയിച്ചു. വിലപിടിപ്പുള്ളതൊന്നും നഷ്ടമായിട്ടില്ലെങ്കിലും ആയുധങ്ങളുമായി യാതൊരു കൂസലുമില്ലാതെയുള്ള മോഷ്ടാക്കളുടെ വിളയാട്ടത്തിൽ പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലാണ്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ രാത്രികാലങ്ങളിൽ പോലീസിന്റെ ശക്തമായ നിരീക്ഷണം ഉണ്ടാകണമെന്നും
പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. തൃശൂർ അരിമ്പൂർ പരദേവതാ ക്ഷേത്രത്തിൽ മോഷണം. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 5 പവൻ സ്വർണ്ണാഭരണങ്ങളും 20,000 രൂപയും നഷ്ടപ്പെട്ടു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പുലർച്ചെ 5:30 ക്ഷേത്രം തുറക്കാനെത്തിയ മേൽശാന്തി നിരഞ്ജനാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. സ്റ്റോർ റൂമിന്റെ വാതിൽ തുറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ മുൻഭാഗത്തുള്ള ജനലുകൾ തിക്കി തുറന്ന് മേശ തിരിച്ചിട്ടാണ് മോഷണം നടത്തിയിട്ടുള്ളത്. വിവരമറിഞ്ഞ് ക്ഷേത്രം ഭാരവാഹികളെത്തി നടത്തിയ പരിശോധനയിലാണ് മേശയ്ക്കകത്ത് സൂക്ഷിച്ചിരുന്ന 20,000 രൂപയും 5 പവൻ സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. ക്ഷേത്രത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള ആരെങ്കിലും ആകാം മോഷണത്തിന് പിന്നിലെന്നാണ് സൂചന. കൃത്യമായി സ്വർണവും പണവും ഇരിക്കുന്ന മേശവലിപ്പ് മോഷ്ടാവിന് പരിചിതമെന്ന് വ്യക്തമാണ്. മുറിക്കകത്ത് കടക്കാതെ ജനലഴികൾക്കിടയിലൂടെ തന്ത്രപൂർവ്വമാണ് മോഷണം നടത്തിയിരിക്കുന്നത്. വഴിപാടായി ഭക്തർ നൽകിയ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുന്നിലുള്ള ഭണ്ഡാരം തകർത്ത് പണവും അപഹരിച്ചിട്ടുണ്ട്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. ആവശ്യത്തിന് അധ്യാപകരെ നിയമിക്കണമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ 3 ദിവസങ്ങളിലായി വിദ്യാർത്ഥികൾ സമരത്തിലാണ്. അനിശ്ചിതകാല സമരം തുടരുന്ന വിദ്യാർത്ഥികൾ പാലക്കാട് മെഡിക്കൽ കോളേജ് കവാടത്തിൽ കുത്തിയിരിപ്പ് നടത്തി. മെഡിക്കൽ കോളേജിലെ ഇല്ലായ്മകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും പരിഹാരമാകാത്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകുന്നതെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. സർക്കാർ നിരന്തരം വാഗ്ദാനം നൽകുന്നതല്ലാതെ മെഡിക്കൽ കോളേജിന്റെ വികസനത്തിനായി ഒന്നും ചെയ്യുന്നില്ല. മെഡിക്കൽ കോളേജ് ആരംഭിച്ച് 10 വർഷം പിന്നിടുമ്പോഴും സ്ഥിര അധ്യാപക നിയമനം നടത്തുന്നില്ല. കരാർ അടിസ്ഥാനത്തിലുള്ള അധ്യാപക നിയമനമാണ് നടക്കുന്നത്. പരിശോധനാ സംവിധാനങ്ങൾ, ശസ്ത്രക്രിയാ സംവിധാനം തുടങ്ങി യാതൊരു അടിസ്ഥാന സൗകര്യവും അധികൃതർ ഒരുക്കിയിട്ടില്ല. മെഡിക്കൽ കോളേജിന്റെ മുൻവശത്തുള്ള ഹൈവേയിൽ നടക്കുന്ന അപകടങ്ങളിൽപ്പെടുന്നവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാൻ പോലും സംവിധാനമില്ല. മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്ന ശമ്പളത്തെക്കാളും കുറവാണ്. അപ്പോൾ ഇതെല്ലാം ആകുമ്പോൾ ഇവിടെ ആരും വരുന്നില്ല. ഇവിടെ ആരും ജോലി അന്വേഷിച്ച് വരികയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം നമ്മളിവിടെ അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ഭാവിയാണ് ഇതിനെ കൊണ്ട് തകരാറാവുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സർവാധികാരി എന്ന് പറയുന്നത് നമ്മുടെ ചീഫ് മിനിസ്റ്ററാണ്. ഏത് പാർട്ടി ആയിക്കോട്ടെ, XYZ ഏത് പാർട്ടിയാണെങ്കിലും അതിൻ്റെ ചീഫ് മിനിസ്റ്ററാണ് ഇതിൻ്റെ ഹെഡായിട്ടുള്ളത്. അദ്ദേഹം ഒരു ചേംബർ വിളിച്ച് ബന്ധപ്പെട്ട അധികാരികളെല്ലാം വിളിച്ചുകൂട്ടി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇതൊരു പെർമനന്റ് റിക്രൂട്ട്മെന്റ് ബോർഡ് വേണം. ഇവിടുത്തെ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു രീതി കൊണ്ടുവരണം. അത് യൂണിഫോമായിട്ട് നടപ്പാക്കണം. എല്ലാ കൊല്ലവും അത് തന്നെ നടപ്പാക്കുകയും വേണം. അങ്ങനെ പെർമനന്റ് ആയിട്ടുള്ള ഫാക്കൽറ്റി ഇവിടെ വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ പരിഹാരങ്ങളും നമുക്ക് പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ. തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി IP-യുടെ ഉദ്ഘാടനം കൊട്ടിഘോഷിച്ച് നടത്തിയെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചലമായി. മെഡിക്കൽ കോളേജിനായി അനുവദിക്കുന്നുണ്ടെന്ന് പറയുന്ന കോടികൾ എവിടേക്കാണ് പോകുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ഫൈനൽ ഇയർ വിദ്യാർത്ഥികളായ ഗൗതം കൃഷ്ണ, ആദിത്യ, അഖിൽ, ഗ്രീഷ്മ, തനിമ, കൃഷ്ണ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് SFI പ്രവർത്തകർ കോളേജ് ഡയറക്ടറെയും പ്രിൻസിപ്പാളിനെയും മണിക്കൂറുകളോളം പൂട്ടിയിട്ടു. പോലീസ് എത്തി ബലമായി വാതിൽ തുറന്നാണ് ഇരുവരെയും പുറത്തിറക്കിയത്. ആദ്യം വിസമ്മതിച്ച ശേഷമാണ് കലക്ടറുമായി വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറായത്. മെഡിക്കൽ കോളേജ് ഡയറക്ടർ OK മണി, പ്രിൻസിപ്പലിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വിനയ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പ്രസാദ് എന്നിവരെയാണ് ഡയറക്ടറുടെ ക്യാബിനിൽ SFI പ്രവർത്തകർ പൂട്ടിയിട്ടത്. ചർച്ചയ്ക്ക് കലക്ടർ വിളിച്ചെങ്കിലും വിദ്യാർത്ഥികൾ ആദ്യം വിസമ്മതിച്ചു. പിന്നീട് വിദ്യാർത്ഥി പ്രതിനിധികൾ കലക്ടറുമായി ചർച്ച നടത്തിയെങ്കിലും കാര്യമായ ഉറപ്പുകളൊന്നും ലഭിച്ചില്ല. ഇതോടെ വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജിൽ സമരം തുടർന്നു. കോളേജ് അധികൃതരെ തുറന്നുവിടണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും വിദ്യാർത്ഥികൾ വഴങ്ങിയില്ല. ഒടുവിൽ പോലീസ് ബലമായി വാതിൽ തുറന്ന് ഡയറക്ടർ അടക്കമുള്ളവരെ പുറത്തിറക്കുകയായിരുന്നു. ഇതിനിടെ പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുലിഭീതി ഒഴിയാതെ തൃശൂരിന്റെ മലയോര ഗ്രാമമായ മരോട്ടിച്ചാൽ. കഴിഞ്ഞ ദിവസം ആടിനെ കൊലപ്പെടുത്തിയ സ്ഥലത്തിനു സമീപത്ത് വീണ്ടും പുലി ഇറങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തരാണ്.
പ്രദേശത്ത് അടിയന്തരമായി നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വനം വകുപ്പ്. പുത്തൂർ പഞ്ചായത്തിലെ ചുള്ളിക്കാവ് പ്രദേശത്തെ ജനങ്ങളാണ് പുലിഭീതിയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നെല്ലിക്കാക്കുടിയിൽ ചാക്കപ്പന്റെ വീട്ടിലെ ആടിനെയാണ് പുലി ആക്രമിച്ചു കൊന്നത്. ഈ വീടിന് സമീപത്താണ് ചൊവ്വാഴ്ച രാത്രി വീണ്ടും പുലിയെ കണ്ടത്. ആളുകളെ കണ്ടതോടെ പുലി സമീപത്തെ തേക്ക് പ്ലാന്റേഷൻ തോട്ടത്തിലേക്ക് ഓടിമറഞ്ഞു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ മാന്തമംഗലം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് എന്താണെന്നറിയില്ല. നമ്മൾ വെള്ളം കൊണ്ടുവന്ന് കഴുകി നോക്കിയപ്പോഴാണ് ഈ തുള കാണുന്നത്. ഈ ചെവിയുടെ പിടിച്ചിട്ട് വലിച്ചു കൊണ്ടുവന്ന് തുള കണ്ടത്. നാല് തുളയുണ്ട്. ഇരുന്ന് പല്ല് കയറിയാണത്. നല്ല വെളുത്തുള്ള പുലിയാണ്. ഫോറസ്റ്റുകാർ വന്നിരുന്നുണ്ട്. ഫോറസ്റ്റുകാർ വന്നു. അവർ വിളിച്ചപ്പോൾ തന്നെ വന്നു. അവരൊന്ന് അപ്പോൾ വീട്ടിലൊക്കെ നോക്കി. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല അവർക്ക്. അപ്പോൾ നേരം വെളുത്ത ഒരു 11 മണി 10 മണി 10 അവർ വന്നു. അവർ വന്ന് പറഞ്ഞിലൊക്കെ നോക്കിയപ്പോൾ അവർ വന്ന് പുലി തന്നെയാണ്. അവർ ചവിട്ടെ കണ്ടു. എല്ലാ കൂട്ടം കണ്ടായിരുന്നു. ഒരേ സ്ഥലത്ത് വീണ്ടും പുലിയെ കണ്ടതോടെ ജനങ്ങളും ഭീതിയിലാണ്. വിവരമറിഞ്ഞ് പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. അതേസമയം തുടരെ മേഖലയിൽ പുലിയെ കണ്ടതോടെ അടിയന്തരമായി ക്യാമറ സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് വനം വകുപ്പ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കെ മുരളീധരനായി പാലക്കാട്ടും ഫ്ലക്സ്. മുരളീധരനെ KPCC പ്രസിഡന്റാക്കണമെന്നാണ് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ ഉയർത്തിയ ഫ്ലക്സ് ബോർഡുകളിൽ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. കോൺഗ്രസിനെ നയിക്കാൻ കെ മുരളീധരൻ വരണമെന്നാണ് ഫ്ലക്സിൽ പ്രധാനമായും പറയുന്നത്. നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ലെന്ന് ഫ്ലക്സിലുണ്ട്. വിക്ടോറിയ കോളേജിനും കലക്ടറേറ്റിനും സമീപം ഫ്ലക്സുകൾ ഉയർന്നിട്ടുണ്ട്. പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡുകൾ. കെ മുരളീധരനെ KPCC പ്രസിഡന്റാക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. മിഷൻ സ്കൂൾ, നടപ്പാത, സ്പില്ലർ, സിവിൽ സ്റ്റേഷൻ, പാലാട്ട് ജംഗ്ഷൻ, മൈതാനം, അഞ്ചുവിളക്ക, കോർട്ട് റോഡ്, DCC റോഡ്, സുൽത്താൻപേട്ട, സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് എന്നീ ഭാഗങ്ങളിലും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മഴ പെയ്തതോടെ തകർച്ചയിലായി മങ്കര കാളിക്കാവ് ശ്മശാനത്തിലേക്കുള്ള പ്രധാന പാത. ശോചനീയാവസ്ഥ നേരിടുന്ന ഈ പാതയിലൂടെ ശവസംസ്കാരത്തിനായി മൃതദേഹം എത്തിക്കാനും ഏറെ പ്രയാസമാണ്. പൊട്ടിപ്പൊളിഞ്ഞ് കുഴി നിറഞ്ഞ റോഡിൽ ചെളിവെള്ളം കെട്ടിയതോടെ കുഴികൾ പോലും കാണാനാകാതെ വാഹനയാത്രക്കാരും പ്രയാസപ്പെടുന്നു. മങ്കര കാളികാവ് റോഡിൽ നിന്നും 1/2 കിലോമീറ്റർ അകലെയാണ് പൊതുശ്മശാനം. റോഡിന്റെ അവസ്ഥ കണ്ട് മൃതദേഹം ഇവിടേക്ക് കൊണ്ടുപോകാൻ പോലും ആംബുലൻസ് ഡ്രൈവർമാർ മടിക്കുകയാണ്. നിരവധി വർഷങ്ങളായിട്ടും ഈ വഴി നന്നാക്കാൻ നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വളരെ ദയനീയ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇതിന് ഏതെങ്കിലും രീതിയിലൊന്ന് വൃത്തിയാക്കി തന്നാൽ മാത്രമേ ഇവിടുന്ന് ബോഡി നമുക്ക് ശ്മശാനത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. വളരെ മോശമായ രീതിയിലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് ബോഡി ഇറക്കിയിട്ട് ഏറ്റിക്കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെയധികം ബുദ്ധിമുട്ടി ഇന്നൊരു ബോഡി വന്നു. വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയിരിക്കുന്നത്. പഞ്ചായത്ത് പരിധിയിലെ നിരവധി മൃതദേഹങ്ങൾ ഇവിടെയാണ് സംസ്കരിക്കുന്നത്. മാറി മാറി വന്ന ഭരണസമിതികളൊന്നും തന്നെ വഴി നന്നാക്കാൻ നടപടിയെടുത്തിട്ടില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. എത്രയും വേഗം വഴി നന്നാക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. എന്നാൽ 5 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ടെൻഡർ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് റോഡ് കോൺക്രീറ്റ് നടക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. പഞ്ചായത്തിന് ഫണ്ട് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ പല പ്രാവശ്യം MLAയോട് ആവശ്യപ്പെട്ടുവെങ്കിലും അവരിൽ നിന്ന് അത് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നാളിതുവരെ നിലനിൽക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഭരണസമിതി കഴിഞ്ഞ വർഷത്തെ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 5 ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 5 ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി നീക്കി വെച്ചിരിക്കുന്നത്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അടിയന്തരമായി അത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് ടെൻഡർ നടപടികൾ അടുത്ത ദിവസം തന്നെ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മലമ്പുഴ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ പക്ഷപാതം ആരോപിച്ച് മത്സ്യത്തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധം. തൊഴിലാളികൾ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് പ്രതിഷേധ റാലിയും തുടർന്ന് ധർണയും നടത്തി. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ അഴിമതി അന്വേഷിക്കുക, മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ രാഷ്ട്രീയം നോക്കാതെ നൽകുക, മത്സ്യബന്ധനത്തിന് ഡാമിൽ പോയ തൊഴിലാളികൾക്ക് അപകടം സംഭവിക്കുകയാണെങ്കിൽ രക്ഷിക്കാനുള്ള ബോട്ട് സംവിധാനം ഒരുക്കുക, മത്സ്യബന്ധന തൊഴിലാളികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള ശൗചാലയങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം. മലമ്പുഴ ഉദ്യാനത്തിനു മുന്നിലെ മത്സ്യസ്റ്റാൾ പരിസരത്തു നിന്നാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. മത്സ്യത്തൊഴിലാളി യൂണിയൻ BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് T. ശിവദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞതിലെ കുറച്ച് വർഷങ്ങളുടെ മുന്നേ, 1 വർഷം മുന്നേ മത്സ്യമന്ത്രി ഇവിടെ വന്നിരുന്നു.
ഈ ഡാമിലെ മത്സ്യമന്ത്രി ഇവിടെ വരികയും ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി ചിലവാക്കപ്പെടുന്നു. ആ പൈസ ആരുടെയാണ്? ഈ തൊഴിലാളികൾ അധ്വാനിച്ച പണം കൊണ്ട് 1 ലക്ഷത്തോളം രൂപ. അതിന് കൃത്യമായ കണക്ക് ഇവിടുന്ന് ബോധിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തൊഴിലാളികൾക്ക് സംരക്ഷണത്തിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളണം. ആ തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള സംവിധാനം ഈ ബോർഡിൽ നിന്നുണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഞാൻ പറയാൻ കാരണം, മലമ്പുഴ ഡാമിൻ്റെ പൂർണ്ണ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ബോട്ടില്ല. AIFC ജില്ലാ വൈസ് പ്രസിഡന്റ് A. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. INTUC നേതാവ് MC സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് ചെറാട്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് A. ഷിജു, BMS മേഖലാ സെക്രട്ടറി P. പ്രകാശൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലയാള മനോരമ സ്റ്റാഫ് റിപ്പോർട്ടർ UV വിനീഷ് അന്തരിച്ചു. 50 വയസ്സായിരുന്നു. മാധ്യമരംഗത്തെ ഷൊർണൂരിന്റെ പരിചിത മുഖമാണ് അരങ്ങൊഴിയുന്നത്. നിഷ്പക്ഷ നിലപാടുകൾ എന്നും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച വിനീഷ് പ്രതിഭാശാലിയായ മാധ്യമപ്രവർത്തകനായിരുന്നു. അസുഖബാധിതനായി ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് വിനീഷിന്റെ അപ്രതീക്ഷിത വിയോഗം. ഷൊർണൂർ മഞ്ഞക്കാട് ഉണ്ണിയമ്പത്ത് വിജയൻ രുക്മിണി ദമ്പതികളുടെ മകനായ UV വിനീഷ് കഴിഞ്ഞ 27 വർഷമായി മലയാള മനോരമ ലേഖകനാണ്. ഷൊർണൂർ SN കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിനും ഒറ്റപ്പാലം NSS കോളേജിലെ ഡിഗ്രി പഠനത്തിന് ശേഷമാണ് മാധ്യമരംഗത്തെത്തുന്നത്. ഒറ്റപ്പാലത്ത് മംഗളം ദിനപത്രത്തിൻ്റെ ലേഖകനായാണ് മാധ്യമരംഗത്തേക്ക് കടന്നുവന്നത്. പിന്നീട് ഒറ്റപ്പാലം ഷൊർണൂർ മേഖലകളിലെ മനോരമ ലേഖകനായി. പാലക്കാട്ട് പത്രത്തിൻ്റെ ഡെസ്കിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ന്യൂസ് സ്റ്റോറികൾ ആകർഷകമായി ചമയ്ക്കുന്നതിൽ അസാധാരണ മികവ് പുലർത്തിയ മാധ്യമപ്രവർത്തകനായിരുന്നു വിനീഷ്. വാർത്തകളെ വളച്ചൊടിക്കാത്ത ശൈലി തുടക്കം മുതൽ സ്വീകരിച്ചിരുന്ന UV വിനീഷ് നിഷ്പക്ഷമായ നിലപാടുകളുമായാണ് മാധ്യമപ്രവർത്തകനെന്ന നിലയിൽ സ്വയം അടയാളപ്പെടുത്തിയത്. മനോഹരമായ മാധ്യമ ഭാഷയായിരുന്നു UV വിനീഷിൻ്റെ കരുത്ത്. കലോത്സവങ്ങളിലെയും മറ്റും കാണാക്കാഴ്ചകളും സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവരുടെ നൊമ്പരങ്ങളും നിരവധിയായ സാമൂഹ്യ പരിസ്ഥിതി വികസന പ്രശ്നങ്ങളും തുടങ്ങി എല്ലാ മേഖലകളിലൂടെയും ആ മാധ്യമബോധം സഞ്ചരിച്ചു. പ്രാദേശിക മാധ്യമരംഗത്ത് വലിയ വിടവ് സൃഷ്ടിച്ചാണ് 50-ാം വയസ്സിൽ വിനീഷ് യാത്രയാകുന്നത്. വാർത്തകൾ തയ്യാറാക്കുന്നതിൽ വിനീഷ് സ്വീകരിച്ചുവന്ന ശൈലി യുവമാധ്യമപ്രവർത്തകർക്ക് പ്രചോദനമാണ്. അലസതയെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന അപാരമായ ചിന്താശേഷിയും സാമൂഹ്യ പ്രതിബദ്ധതയും കൊണ്ട് വാർത്തകളുടെ ലോകം സമ്പന്നമാക്കിയ വിനീഷ് യാത്രയാകുമ്പോൾ നിള ഒരു മാത്ര നിശ്ചലമായേക്കും. അത്രമേൽ പുഴയുടെ കണ്ണീരൊപ്പുകയും പ്രതാപങ്ങൾ പകർത്തുകയും ചെയ്ത തൂലികയാണ് നിത്യതയിൽ ലയിക്കുന്നത്. ഭൗതിക ശരീരം വെള്ളിയാഴ്ച രാവിലെ ഷൊർണൂരിൽ എത്തിക്കും. രാവിലെ 8:30 സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്ത് നടക്കും. കാഞ്ചനയാണ് ഭാര്യ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അന്നമനട സ്മൃതി കലാചാര്യ പുരസ്കാരം ചോറ്റാനിക്കര വിജയന്മാരാർക്കും അന്നമനട പരമേശ്വരന്മാരാർക്കും. വാദ്യകലാ പുരസ്കാരത്തിന് ഇലത്താള കലാകാരൻ ചേലക്കര സൂര്യനും അർഹനായി. പ്രശസ്ത തിമില കലാകാരൻ അന്നമനട പരമേശ്വരന്മാരാരുടെ സ്മൃതി ദിനത്തിൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും കിഴക്കൂട്ട് അനിയന്മാരാരും ചേർന്ന് പുരസ്കാര സമർപ്പണം നടത്തി. അന്തരിച്ച പ്രശസ്ത തിമില കലാകാരൻ അന്നമനട പരമേശ്വരന്മാരാരുടെ ഓർമ്മയ്ക്കായാണ് പുരസ്കാരം നൽകി വരുന്നത്. ചടങ്ങ് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ആസ്വാദനത്തിന്റെ തലത്തിലേക്ക്, ഒരു പൊതുവായ ആസ്വാദനത്തിന്റെ തലത്തിലേക്ക് മാറി എന്നുള്ളതാണ്. കാരണം പലപ്പോഴും അനുഷ്ഠാന കലകൾ മിക്കവാറും എല്ലാം ഒരാവർത്തനമായിട്ട് മുന്നോട്ട് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു അനുഷ്ഠാന സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നതാണ്. നമുക്കറിയാം, കൃഷ്ണാട്ടനെ കുറിച്ച് നമുക്കറിയാം. ഗുരുവായൂർ അനുഷ്ഠാനമായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ട്രസ്റ്റ് പ്രസിഡന്റ് കാലടി കൃഷ്ണയ്യർ അധ്യക്ഷനായി. മുൻ മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ, UK സുരേഷ് കുമാർ, കുടകര രമേശ്, പെരുവനം സതീഷ് മാരാർ, പാഞ്ഞാൾ വേലുക്കുട്ടി, രാധാകൃഷ്ണൻ മാരാർ, അച്യുതാനന്ദൻ, കണ്ണൻ ഇങ്കക്കാട്, വരവൂർ ഹരിദാസ്, കലാപീഠം അജിത്, കലാമണ്ഡലം വിശ്വാസ് തുടങ്ങിയവർ സംസാരിച്ചു. കലാമണ്ഡലം ഹരീഷ് സ്വാഗതവും ഡോക്ടർ നന്ദിനി വർമ്മ ചടങ്ങിന് നന്ദിയും അറിയിച്ചു. തുടർന്ന് ചെണ്ടമേളവും പഞ്ചവാദ്യവും നടന്നു.
ചെറുതുരുത്തി. ഷൊർണൂർ ഓട്ടിസം സെന്ററിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. SSK പാലക്കാട് DPC K ജയപ്രകാശ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് ഇതുമായി കൈകോർത്ത് നിന്നുകൊണ്ട് ആരും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, എല്ലാവരും ചേർത്ത് പിടിക്കേണ്ടവരാണ് എന്ന തോന്നലുള്ള ഒരു പുരോഗമന മനസ്സ് നമ്മുടെ കേരളത്തിലുണ്ട്. ആ പുരോഗമന മനസ്സ് ഉണ്ടായതുകൊണ്ടാണ് ഇത്തരം കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത്. ഈ കേന്ദ്രത്തിലേക്ക് മറ്റേ എവിടത്തേക്കാൾ കൂടുതൽ സുരക്ഷിതമായി കൊണ്ട് തന്നെ കുട്ടികളെ പറഞ്ഞയക്കാമെന്ന് രക്ഷിതാക്കൾക്ക് തോന്നുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല. മറ്റേത് സുരക്ഷിത കേന്ദ്രത്തേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് കുട്ടികളുടെ ഏറ്റവും സുരക്ഷിതമായ ഇടം. ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഷൊർണൂർ വിജയൻ അധ്യക്ഷത വഹിച്ചു. BPC അജിത് ശങ്കർ സ്വാഗതം പറഞ്ഞു. ബാലതാരം വസിഷ്ഠ് മുഖ്യാതിഥിയായിരുന്നു. ഷൊർണൂർ BRCയിൽ നിന്ന് CRCC ആയി വിരമിച്ച NR പ്രദീപ്, ബാലതാരം വസിഷ്ഠ് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ഷൊർണൂർ യുവജന സംഘടനാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, ജ്വാല പാലിയേറ്റീവ് അംഗം ബേബി ഗിരിജ, ജില്ലാ ശിശുക്ഷേമ സമിതി അംഗം വാസുദേവൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഷൊർണൂർ യുവജന സംഘടന കുട്ടികൾക്ക് മധുരവും, ലയൺസ് ക്ലബ്ബ് സെൻട്രലിലെ കുട്ടികൾക്ക് ബാഗും പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി സമ്മാനിച്ചു. ഷൊർണൂർ AUP സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും ഓട്ടിസം സെൻറ്ററിലെ കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി നടന്നു. ഓട്ടിസം സെന്റർ PTA പ്രസിഡന്റ് സുകുമാരൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മങ്കര പൂലോടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷീര കർഷകർക്കായി വിവിധ പദ്ധതികളുടെ വിശദീകരണ പൊതുയോഗം നടത്തി. യോഗം സംഘം പ്രസിഡന്റ് KS സതീഷ് ഉദ്ഘാടനം ചെയ്തു. മിൽമ മലബാർ മേഖല യൂണിയൻ നടപ്പാക്കുന്ന വാർഷിക ആസൂത്രണ പദ്ധതികളാണ് യോഗത്തിൽ വിശദീകരിച്ചത്. ക്ഷീര കർഷക മേഖലയെയും ക്ഷീര കർഷകരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും അതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് മിൽമ ആസൂത്രണ പദ്ധതി നടപ്പിലാക്കുന്നത്. പശുക്കളെ വാങ്ങുന്നതിന് 50,000 രൂപ പലിശരഹിത വായ്പ, കർഷകരുടെ പെൺമക്കൾക്ക് വിവാഹ ധനസഹായം, കാലിത്തൊഴുത്ത് നിർമ്മാണം, നവീകരണം, കറവയന്ത്രം വാങ്ങൽ ഉൾപ്പെടെ സബ്സിഡി നിരക്കിൽ വായ്പയും നൽകുന്നുണ്ട്. ചടങ്ങിൽ K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. കന്നുകാലികൾക്കുള്ള ധാതുലവണ മിശ്രിതം ഡോക്ടർ നന്ദന ക്ഷീരകർഷകർക്ക് വിതരണം ചെയ്തു. മിൽമ സൂപ്പർവൈസർ A ശൽന പദ്ധതി വിശദീകരണം നടത്തി. കാലിത്തീറ്റയെക്കുറിച്ച് ഡോക്ടർ നന്ദന ക്ലാസ് എടുത്തു. പശുക്കൾക്ക് ടേസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരേ രീതിയിൽ കാലിത്തീറ്റ കൊടുത്താൽ മാത്രമേ കഴിക്കൂലൂ. ആ ഫീഡ് അങ്ങനെയാണ് അവരെ നേച്ചർ. അപ്പം അതിനുവേണ്ടി മൊളാസസ് എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നത് ടേസ്റ്റിന് വേണ്ടിയാണ്. ശർക്കര പാനി, അപ്പോൾ അത് ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്, ഒരു 5%. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ പദാർത്ഥങ്ങളും നമ്മളത് പൊടിച്ചിട്ട് അതിൽ ആവി കയറ്റിയിട്ടാണ് നമ്മൾ കുട്ടി യൂസ് ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെ നമ്മൾ പെല്ലറ്റ് രൂപത്തിലാണ് നിങ്ങൾക്ക് ചാക്കിൽ കിട്ടുന്നത്. മിൽമ പർച്ചേസിംഗ് ഓഫീസർ N നിവ്യ, സെക്രട്ടറി K ലത, K സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ശാസ്ത്രീയമായി മാലിന്യ സംസ്കരണ രീതി ഫലപ്രദമെന്ന് തെളിയിച്ച വാണിയംകുളത്തെ ബയോഗ്യാസ് പ്ലാന്റ്. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി വാണിയംകുളം പഞ്ചായത്ത് ചന്തയോട് ചേർന്ന് സ്ഥാപിച്ച ഗോബർദ്ധൻ ബയോഗ്യാസ് പ്ലാന്റാണ് വിജയകരമായി പ്രവർത്തിക്കുന്നത്. വാണിയംകുളം നഗരത്തിലുള്ള പഞ്ചായത്ത് ജനകീയ ഹോട്ടലിലെ മാലിന്യവും മറ്റുമാണ് ഇപ്പോൾ പ്ലാന്റിൽ നിക്ഷേപിക്കുന്നത്. ജനകീയ ഹോട്ടലിലേക്ക് 7 മണിക്കൂർ പാകം ചെയ്യാനാവശ്യമായ ബയോഗ്യാസ് ഇപ്പോൾ പ്ലാന്റിൽ നിന്ന് ലഭ്യമാണ്. പ്ലാന്റിൽ നിന്ന് പൈപ്പിലൂടെയാണ് ഗ്യാസ് ജനകീയ ഹോട്ടലിലുള്ള സ്റ്റൗവിലെത്തുന്നത്. പാചകവാതക വില അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ നൂതനവും ദീർഘവീക്ഷണമുള്ളതുമായ ബദലാണ് ബയോഗ്യാസ് പ്ലാന്റ്.
മുണ്ടൂർ IRTC ആണ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ശുചിത്വ മിഷന്റെ 20 ലക്ഷം രൂപ സാമ്പത്തിക സഹായവും ലഭ്യമായിട്ടുണ്ട്. ജനകീയ ഹോട്ടൽ നടത്തുന്ന കുടുംബശ്രീ അംഗങ്ങൾക്കാണ് പ്ലാന്റിന്റെ പരിപാലനം. 1 കോടി രൂപ ചെലവിൽ ചന്ത നവീകരണവും കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം കാലിച്ചന്തയിൽ നിന്ന് മൃഗവിസർജ്യമടക്കമുള്ള മാലിന്യങ്ങൾ സംസ്കരിച്ച് മാലിന്യത്തെ പാചകവാതകമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയും ആലോചനയിലുണ്ടെന്ന് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അറിയിച്ചു. 20 ലക്ഷം രൂപ ചെലവ് ചെയ്ത് മുണ്ടൂർ IRTC നിർമ്മിച്ചിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റ് നല്ല നിലയിൽ പ്രവർത്തനം തുടർന്നു വരികയാണ്. ആ ബയോഗ്യാസ് പ്ലാന്റിലെ ഗ്യാസ് ഉപയോഗപ്പെടുത്തി ജനകീയ ഹോട്ടലിൽ ചുരുങ്ങിയ വിലയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തിയെടുക്കുകയാണ്. ജനകീയ ഹോട്ടലിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള കുടുംബശ്രീക്കാരാണ് ആ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പരിപാലനവും സംരക്ഷണവും എല്ലാം നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ അത് നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തനം 2023 ജനുവരി 27 ആരംഭിച്ച് ഇതുവരെ മുടക്കം കൂടാതെ നടന്നു വരുന്നുണ്ട്. ചന്ത നവീകരണത്തിൻ്റെയും കൂടി ഭാഗമായി ഗവൺമെൻറ് 1 കോടി രൂപ അനുവദിച്ചു തന്ന നവീകരണ പ്രവർത്തനം ചന്തയിൽ നടക്കുന്നതോടുകൂടി ഏതാണ്ട് ചന്തയുടെ എല്ലാ ഭാഗവും കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ആഴ്ചയിൽ ഒരു ദിവസം വളം ശേഖരിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ഉണ്ടാക്കി ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പ്രവർത്തനം കുറേയും കൂടി ത്വരിതപ്പെടുത്തുന്നതിനും കുറേയും കൂടി മാലിന്യ സംസ്കരണം ആളുകൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ ചന്ത നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു ശ്രമം പഞ്ചായത്ത് നടത്തി വരികയാണ്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ജനകീയ ഹോട്ടലിലേക്ക് കൂടുതൽ ബയോഗ്യാസ് ലഭ്യമാകും. 2023 ജനുവരി 7 മന്ത്രി MB രാജേഷാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പദ്ധതിയെ അന്നു തന്നെ മന്ത്രി പ്രശംസിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഉപജില്ലയിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളെയും അനുമോദിച്ചു. അനുമോദന സദസ്സ് നിയുക്ത ആലത്തൂർ പാർലമെന്റ് മണ്ഡലം MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയും. അങ്ങനെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിലൂടെ പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള നിലപാടാണ് നാം സ്വീകരിക്കുന്നത്. അപ്പം അങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യവും മെച്ചപ്പെട്ട പഠന സൗകര്യവും ആവശ്യമാണ്. അപ്പോൾ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഒരു യോഗത്തിൽ പറഞ്ഞ് ഇപ്പോൾ ഏകദേശം 150ഓളം സ്കൂളുകൾ കൂടി അത് പുതിയ കെട്ടിടങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ സജ്ജമായി കഴിഞ്ഞു. പരിപാടിയിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, AM അഷ്റഫ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത്, ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയരാജ്, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സുനിത, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PS വിനയൻ, KR മായ, P സാബിറ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PS ഷിബു തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് ചെയർപേഴ്സൺ ദീപ S നായർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വടക്കാഞ്ചേരി AEO VM ബുഷ്ര നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള പോലീസ് അസോസിയേഷൻ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പാലക്കാട്ട് രക്തദാനം നടത്തി. ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ അനൂപ് രക്തദാനം ഉദ്ഘാടനം ചെയ്തു. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാര്യത്തിലും പോലീസ് അസോസിയേഷൻ മുൻപന്തിയിലാണെന്ന് ഡോക്ടർ അനൂപ് പറഞ്ഞു. അസോസിയേഷനിൽ ഉൾപ്പെട്ട നിരവധി പേർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ രക്തം ദാനം ചെയ്തു. KPA ജില്ലാ പ്രസിഡന്റ് M കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി N സുബേഷ് കുമാർ, സൂപ്രണ്ട് ഡോക്ടർ ജയശ്രീ, പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് ശിവകുമാർ, KG ഷീബ, EK ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജില്ലയിൽ 10 ലക്ഷം കരിമ്പനകൾ നട്ടുപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കല്ലൂർ ബാലന്റെ തൈകൾ നടൽ പ്രവർത്തികൾക്ക് തുടക്കമായി. മങ്കര പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. മഴക്കാലം തുടങ്ങിയതോടെയാണ് കരിമ്പന നടാനുള്ള യജ്ഞം തുടങ്ങിയത്. ഇതിനായി മാസങ്ങൾക്ക് മുൻപ് തന്നെ വിവിധ സ്ഥലങ്ങളിൽ പോയി കരിമ്പന വിത്തുകൾ ശേഖരിച്ച് മുളപ്പിച്ചു വെച്ചിരുന്നു. 5 വർഷം കൊണ്ട് 10 ലക്ഷം കരിമ്പനകൾ നട്ട് ജില്ലയെ കരിമ്പനകളുടെ പച്ചപ്പാക്കി മാറ്റാനാണ് ബാലന്റെ ശ്രമം. തൈകൾ നടുന്നതിനപ്പുറം നട്ടുപിടിപ്പിച്ച പനത്തൈകളെ പരിപാലിക്കുകയും ബാലൻ ചെയ്തു വരുന്നുണ്ട്. വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ, പരിസ്ഥിതി പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ,
സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരും ബാലന് കൂട്ടായുണ്ട്. ഇറാം ഗ്രൂപ്പിന്റെ സഹായത്തോടെയാണ് പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കുന്നത്. പിടിപ്പിക്കുന്നതെങ്കിൽ പാലക്കാട് ജില്ലയിൽ ഒരു കാലത്ത് സാധാരണക്കാരന്റെ ഉപജീവനമായി മാർഗമായിരുന്ന കള്ളുജെത്ത്, അതുപോലെ തന്നെ വീടിന് വാസയോഗ്യമാക്കുന്നതിനുള്ള പട്ട, അതുപോലെ ഓട്ടുപെരകൾ ചെയ്യുന്നതിനുള്ള കഴുക്കോല് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ തരുന്ന പാലക്കാടിനെ കരിമ്പനകളുടെ നാട് എന്ന് അറിയപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ അടുത്ത കാലത്തായി അതൊക്കെ അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വേനൽക്കാലങ്ങളിൽ തെങ്കാശിയിൽ നിന്ന് നൊങ്ക് കൊണ്ടുവന്ന് ഈ പാതയോരങ്ങൾ, പാലക്കാടൻ പാതയോരങ്ങളിൽ വിൽക്കുന്നത് ഒരു നിരന്തര കാഴ്ചയായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ബാലേട്ടൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കല്ലൂരിലെ ഈ പ്രദേശങ്ങളിലെ പല ഭാഗങ്ങളിലായിട്ട് പനകൾ വെക്കുന്ന വലിയൊരു ദൗത്യത്തിൽ മറ്റു മരങ്ങളോടൊപ്പം പന വെച്ച് പിടിപ്പിക്കുന്ന ദൗത്യം കൂടി അദ്ദേഹം ഏറ്റെടുത്തിറക്കുകയാണ്. കല്ലൂര് വെച്ച് സംഘടിപ്പിച്ച പഞ്ചായത്ത് തല ഉദ്ഘാടന പരിപാടിയിൽ പഞ്ചായത്ത് അംഗം MV രമേശ് അധ്യക്ഷനായി. കല്ലൂർ ബാലൻ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിച്ചു. പരിസ്ഥിതി പ്രവർത്തകരായ KK റഹിമാൻ, അപ്പുകുട്ടൻ കല്ലൂർ, PK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഷൊർണൂർ കല്ലിപ്പാടം അരിയഞ്ചിറ UP സ്കൂളിൽ LP വിഭാഗം ആൺകുട്ടികൾക്കുള്ള ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ MPTA പ്രസിഡന്റ് KV സുനിത അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ S ശാന്തിലാൽ സ്വാഗതം പറഞ്ഞു. N തുളസീദാസ് മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. SSG അംഗം K അശോകൻ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി A ബാലകൃഷ്ണൻ, സ്കൌട്ട് മാസ്റ്റർ K മുഹമ്മദ് ഷിയാസ് എന്നിവർ സംസാരിച്ചു. ദിനൂപ് കൃഷ്ണ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചിനക്കത്തൂർ റെസിഡൻസ് അസോസിയേഷൻ ലക്കിടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് വീൽചെയർ സംഭാവന ചെയ്തു. ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ രാജേഷ് JPHN ശ്രീലേഖയ്ക്ക് വീൽചെയർ കൈമാറി. വാർഡ് കൌൺസിലർ ഗംഗാധരൻ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ വേണുഗോപാൽ, ശിവമണി, ജയപാൽ, ആശാവർക്കർ സുമ, അങ്കണവാടി വർക്കർ രേണുക എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന S പ്രഭാകരൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് അനുസ്മരണ യോഗം ചേർന്നു. പട്ടാമ്പി പെൻഷൻ ഭവനിൽ ചേർന്ന യോഗം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം M രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതേപോലെ തന്നെ അതിനുശേഷം രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദം ഉണ്ടെങ്കിൽ കൂടിയിട്ട് KSSBയുടെ പ്രവർത്തകനായിട്ട് തുടരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, കാരണം NKG മേനയും അതേപോലെ തന്നെ K പ്രഭാകരൻ മാഷയും അതേപോലെ തന്നെ മധുമാഷയും ഓർമ്മിക്കാതിരിക്കാൻ കഴിയും. KM ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ P സുധാകരൻ അധ്യക്ഷനായി. യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് P ശിവശങ്കരൻ, സംസ്ഥാന കൗൺസിലർ T ശാന്തകുമാരി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M രാമചന്ദ്രൻ, AP മുരളീധരൻ, ES കൃഷ്ണൻ, MK രാധ, സംസ്ഥാന കൗൺസിലർ KR മോഹൻദാസ്, M അച്യുതൻ, രാജേന്ദ്രൻ നായർ, T ശശിധരൻ, AS വിജയൻ, P അനിൽകുമാർ, സുരേന്ദ്രൻ, CS ലംബോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വാണിയംകുളം പുലാച്ചിത്ര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കൊടിമര ആധാര ശിലാസ്ഥാപന ചടങ്ങും ഷഷ്ടിപൂജയും നടന്നു. ക്ഷേത്രം ശാന്തി ഗിരീഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശിലാസ്ഥാപനം കുഞ്ഞിലക്ഷ്മി അമ്മ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തെരഞ്ഞെടുപ്പ് തോൽവി ഗൌരവമായി ചർച്ച ചെയ്യുമെന്ന സീതാറാം യെച്ചൂരി. 28-ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കും. ഇന്ത്യ മുന്നണിക്ക് പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമായി അണിനിരക്കാൻ കഴിയുമെന്നും 3ാം മോദി സർക്കാർ സ്ഥിരതയുള്ള സർക്കാരാകില്ലെന്നും യെച്ചൂരി. തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിനെതിരായ വിധിയെഴുത്തല്ലെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തോൽവിയോടെ പത്തിമടക്കി എങ്ങും പോകില്ല. കൊങ്ങൻ പടയോടനുബന്ധിച്ച ചിറ്റൂർ മേഖലയിൽ ജില്ലാ കലക്ടർ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചത് എക്സൈസ് അധികൃതർ മറച്ചുവെച്ചതായി വിജിലൻസ്. പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ നിന്ന് ചിറ്റൂർ സർക്കിൾ ഓഫീസിലേക്ക് കലക്ടറുടെ ഉത്തരവ് യഥാസമയം കൈമാറിയില്ല. മാർച്ച് 6-ന് പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് മദ്യവിൽപ്പനശാലകളിൽ എത്തിച്ചത് കൊങ്ങൻപട നടന്ന മാർച്ച് 18-ന് വൈകിട്ട് 6 മണിക്ക് ശേഷം. പരിശോധനാ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിക്കും. പട്ടാമ്പി കീഴായൂർ ഗ്രാമത്തെ ഭീതിയിലാക്കി മോഷ്ടാക്കളുടെ വിളയാട്ടം. വ്യാപാര സ്ഥാപനങ്ങളിലും ക്ഷേത്രത്തിലും കവർച്ച. ആയുധധാരികളായ മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ജനങ്ങൾ ഭീതിയിൽ. തൃശൂർ അരിമ്പൂർ പരദേവതാ ക്ഷേത്രത്തിൽ മോഷണം.
സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 5 പവൻ സ്വർണ്ണാഭരണങ്ങളും 20,000 രൂപയും നഷ്ടപ്പെട്ടു. ക്ഷേത്രത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ളവരാകാം മോഷണത്തിന് പിന്നിലെന്ന് സൂചന. കുവൈറ്റ് ദുരന്തത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചതായി സ്ഥിരീകരണം. തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസ് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. ബിനോയ് കുവൈറ്റിലെത്തിയത് 5 ദിവസം മുമ്പ്. മാധ്യമപ്രവർത്തകൻ UV വിനീഷ് അന്തരിച്ചു. അന്ത്യം ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി സമരം തുടരുന്നു. കോളേജ് ഡയറക്ടറെയും പ്രിൻസിപ്പാളിനെയും SFI പ്രവർത്തകർ മണിക്കൂറുകളോളം പൂട്ടിയിട്ടു. ഇരുവരെയും പുറത്തിറക്കിയത് പോലീസ് എത്തി ബലമായി വാതിൽ തുറന്ന്. കളക്ടറുമായി വിദ്യാർത്ഥികൾ നടത്തിയ ചർച്ചയിൽ കാര്യമായ തീരുമാനങ്ങളായില്ല. മങ്കര കാളികാവ് ശ്മശാനം റോഡ് തകർച്ചയിൽ. മഴക്കാലമായതോടെ ശവസംസ്കാര ചടങ്ങുകൾക്കായി ശ്മശാനത്തിലെത്താൻ പ്രയാസം നേരിടുകയാണെന്ന് പരാതി. റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ. കെ മുരളീധരനായി പാലക്കാട്ടും ഫ്ലക്സ്. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഫ്ലക്സ് ബോർഡുകളിൽ മുരളീധരനെ KPCC പ്രസിഡന്റാക്കണമെന്ന് ആവശ്യം. ഫ്ലക്സ് ഉയർത്തിയത് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ. ശാസ്ത്രീയ മാലിന്യ സംസ്കരണ രീതി ഫലപ്രദമെന്ന് തെളിയിച്ച വാണിയംകുളത്തെ ബയോഗ്യാസ് പ്ലാന്റ്. നഗരത്തിലെ ജനകീയ ഹോട്ടലിൽ 7 മണിക്കൂർ പാചകം ചെയ്യാനുള്ള ബയോഗ്യാസ് ലഭ്യമാകുന്നത് പ്ലാന്റിൽ നിന്ന്. പ്ലാന്റ് വിപുലീകരണം സംബന്ധിച്ച പദ്ധതി ആലോചനയിലുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.